നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില നിസാരമാണ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ നിസാരമായ കാര്യം തന്നെയായിരിക്കും പിന്നീട് വലിയൊരു പ്രശ്നമായി ജീവിതത്തിൽ വരുന്നത്. നമ്മൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഏതൊരു ദേവനെ ആരാധിക്കുന്നോ ആ ദേവന്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം അത് നമുക്ക് വലിയ തലവേദന സൃഷ്ടിക്കും. അത് ആ ദേവന്റെ കുഴപ്പമല്ല, അത് തിരഞ്ഞെടുത്ത് അത് പാലിക്കാത്ത നമ്മളുടെ തെറ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ദേവനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ? ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. എന്താണതൊക്കെ? അതിനു മുൻപ് ആദ്യം എങ്ങനെയൊക്കെയാണ് ഒരാൾ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് പറ്റിയ ഭഗവാനെ തിരഞ്ഞെടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ട് രീതിയിൽ തിരഞ്ഞെടുക്കും. അതിലൊന്ന് എന്ന് പറയുന്നത് നിഷ്കാമമായുള്ള ഭക്തി കൊണ്ട് മാത്രം. ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഭജ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഭക്തി എന്നുള്ളത് വന്നിരിക്കുന്നത്. ഭജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തോടെ സേവിക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സ്നേഹത്തോടെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭഗവാനോട് നിഷ്കാമമായി വേറെ ഒന്നും മനസ്സിൽ വെക്കാതെ ആ ഭഗവാന്റെ സ്നേഹത്തിന് വേണ്ടി മാത്രം, ആ ഭഗവാന്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കാൻ വേണ്ടി മാത്രം, ആരാധിക്കാൻ വേണ്ടി മാത്രം, സ്നേഹത്തിന് വേണ്ടി മാത്രം, സാമീപ്യത്തിന് വേണ്ടി മാത്രം ഒരു ദേവനെ ആരാധിക്കുന്നു. അതാണ് നിഷ്കാമമായ ഭക്തി. അതാണ് ഏറ്റവും ഉന്നതമായ കാര്യവും. ദേവനോടുള്ള മുജ്ജന്മമായ ബന്ധം കൊണ്ട് തിരഞ്ഞെടുക്കുന്നത് അതൊരു കാര്യം. ഇതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പലപ്പോഴും നമ്മളുടെ വീഡിയോയിൽ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ വേറെ ഒരു തരം ആരാധനാ രീതിയുണ്ട്. നമ്മളൊരു കാര്യസാധ്യത്തിനായിട്ട് പല ദേവതമാരെ ആരാധിക്കുന്നു. ഇതൊരു തെറ്റുള്ള കാര്യമേ അല്ല. ഇതിലൊരു തെറ്റും നമുക്ക് പറയാൻ സാധിക്കില്ല. വലിയ ഉത്തമരായ ഭക്തർക്ക്, വലിയ നിലയിൽ നിൽക്കുന്ന ഭക്തർക്ക് ഒരു ദേവനിലൂടെ തന്നെ സകല കാര്യവും നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ സാധിച്ചാൽ അയാൾക്ക് പിന്നെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ആ ഒരു ദേവൻ തന്നെ പൂർണ്ണമാണെന്നുള്ള വിശ്വാസം, ആ ദേവനിൽ തന്നെ എല്ലാ ദേവതമാരെയും ആരോപിച്ച് അയാൾക്ക് ആരാധിക്കാൻ സാധിക്കും. അതാണ് വലിയ ഭക്തരുടെ കാര്യം. അവരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുവും കൃഷ്ണനും എല്ലാം ഒന്നാണ്. അവരിപ്പോൾ ഗണപതിനെ ആരാധിക്കുന്നെങ്കിൽ ആ ഗണപതി തന്നെയാണ് വിഷ്ണു, ആ ഗണപതി തന്നെയാണ് ശിവൻ. എല്ലാം എൻ്റെ പരമമായ മഹാഗണപതിയിലുണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി അവർ ആരാധിക്കും. അതേപോലെ തന്നെ വിഷ്ണു ഭഗവാന്റെ ആണെങ്കിൽ എല്ലാം എൻ്റെ നാരായണനാണ്, അല്ലെങ്കിൽ ആ പരാവാസുദേവനാണ്, ആ പരബ്രഹ്മമാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി ആരാധിക്കും. അപ്പോൾ ഏത് രീതിയിൽ നോക്കിയാലും ആ പരമമായ സത്യം എന്നുള്ള ബോധത്തിലേക്ക് ഒരാൾക്ക് ഒരു ദേവതയിലൂടെ തന്നെ എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറൊന്നും വേണ്ട. പക്ഷെ സാധാരണ നമ്മളെപ്പോലുള്ള ഭക്തർ എന്ത് ചെയ്യും? പല കാര്യങ്ങൾക്ക് പല ദേവതമാരെ ആരാധിക്കും. പ്രത്യേകിച്ച് ഓരോ ദശാകാലങ്ങളിലൊക്കെ പല തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യേണ്ടതുണ്ട്, പല തരത്തിലുള്ള ദേവതമാരെ ആരാധിക്കേണ്ടതുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടി നമ്മൾ പല സമയത്തും പല രീതിയിലുള്ള ആരാധനകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പല ആവശ്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പല ആവശ്യങ്ങൾ വരുമ്പോഴാണ് കൂടുതലും ഈ കാര്യസാധ്യത്തിനായിട്ടൊക്കെ ദേവതമാരെ ആരാധിക്കുന്നത്. അത് തീർച്ചയായും ഭക്തിയുടെ പുറത്ത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇനി ഭക്തിയുടെ പുറത്ത് നമ്മളൊരു ദേവനെ തിരഞ്ഞെടുത്താലും, നിഷ്കാമമായി ആരാധിക്കാൻ ഒരു ദേവനെ തിരഞ്ഞെടുത്താലും, ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കണം. ഇതാണ് യഥാർത്ഥ, അല്ലെങ്കിൽ എല്ലാ പ്രശ്നത്തിൻ്റെയും ഒരു നാഴികക്കല്ലെന്ന് പറയുമല്ലോ, ഒരു നട്ടെല്ലെന്ന് പറയുമല്ലോ, അത് ഈ കാര്യമാണ്. ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നമ്മളുടെ ജീവിതത്തിൽ പല ദേവതമാരെ ആരാധിക്കുമ്പോഴും പെട്ടെന്ന് ആദ്യം ഫലം കിട്ടുമെങ്കിലും പിന്നീട് പ്രശ്നം ഉണ്ടാകുന്നതിന് കാരണം ഇതാണ്. ഇത് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് ഓരോ കാര്യപ്രാപ്തിക്കായിട്ട് ആരാധിക്കുന്നവർ, നിഷ്കാമമായി ഭക്തി ഉള്ള ആളുകൾക്ക് പിന്നെ കൂടുതലും ആ ദേവതയുടെ ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഒഴിഞ്ഞു പോകും. അയാളുടെ ജീവിതത്തിൽ അയാൾ ഒരു തെറ്റ് വരുത്തിയാൽ പോലും ആ ദേവത ക്ഷമിക്കും. പക്ഷേ നമ്മളൊരു കാര്യത്തിനായിട്ടൊരു ദേവതയെ ആരാധിക്കുമ്പോൾ തീർച്ചയായും ക്ഷമിച്ചു കൊള്ളണമെന്നില്ല. കാരണം നമ്മൾക്ക് അവിടെ പൂർണ്ണമായൊരു ഐക്യം സംഭവിച്ചോ എന്ന് നമ്മൾ തന്നെ പരിശോധിക്കണം. അപ്പോഴെന്തൊക്കെയാണ് ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇപ്പോൾ ഒരാൾ പറഞ്ഞു ഇന്ന ഫലം കിട്ടും ഇന്ന ദേവതയെ ആരാധിച്ചാൽ, അതുകൊണ്ട് നമ്മൾ ആ ദേവതയെ ആരാധിക്കും. അത് ശരിയാണ്, അങ്ങനെ ആരാധിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എവിടെയാണ് കുഴപ്പമുള്ളത്? നമ്മൾക്ക് പറ്റിയതാണോ ആ ദേവത എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ആരാധിക്കുകയും ഫലം മാത്രം കണ്ട് ആരാധിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇന്ന ദേവതയെ ആരാധിച്ചാൽ ഇന്ന ഫലമുണ്ട്, ആ ഫലം മാത്രമല്ല നമ്മൾ അറിയേണ്ടത്. ഇന്ന ദേവതയെ ആരാധിച്ചാൽ സമ്പത്തുണ്ടാവും എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ആ ദേവതയുടെ സ്വഭാവം എന്താണ്? ആ ദേവതയ്ക്ക് എങ്ങനെയുള്ള ആരാധനാക്രമമാണ് പാലിക്കേണ്ടത്? ആ ദേവതയുടെ അടുത്ത് എന്തൊക്കെ നിഷ്ഠകൾ പാലിക്കണം? ഇത് മനസ്സിലാക്കിയിരിക്കണം. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു മാവിൽ ഒരു മാമ്പഴം കണ്ടു. ആ മാമ്പഴത്തിൻ്റെ രുചിയും ആ മാമ്പഴത്തിൻ്റെ ഭംഗിയും കണ്ടിട്ട് നമ്മൾ ഒരു മാവും തൈ കൊണ്ട് വെച്ചാൽ അത് ശരിയാവുമോ? ഒരിക്കലുമില്ല. നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ആ മാവും തൈ കൊണ്ട് വെച്ചാൽ, ആ മാവും തൈ കൊണ്ട് വെച്ചിരുന്ന ആൾ എത്ര നാൾ അതിനെ പരിപാലിച്ചു, എത്ര നന്നായി അതിനെ പരിപാലിച്ചു, എത്ര വർഷം അയാൾ വെള്ളമൊഴിച്ച് കാത്തിരുന്നു, എത്ര കഷ്ടപ്പെട്ടു, എങ്ങനെയൊക്കെയാണ് ഒരു മാവും തൈയെ സംരക്ഷിക്കേണ്ടത്, എങ്ങനെയൊക്കെ അത് വളർത്തി ഒരു വൃക്ഷമാക്കി അതിൽ നിന്ന് ഫലം നേടാം, ഇതെല്ലാം അറിയണം. നമ്മൾ എന്താ കാണുകയുള്ളൂ? ആ മാമ്പഴം മാത്രമേ കാണുകയുള്ളൂ. എത്ര വർഷം കാത്തിരിക്കണം, എത്ര വെള്ളം ഒഴിക്കണം, ഇതൊന്നും നമ്മൾക്കറിയില്ല.
വേനൽ സമയത്ത് വെള്ളമൊഴിക്കണോ, എങ്ങനെ അതിന് തണൽ കൊടുക്കണം, ഇതൊന്നും അറിയാതെ നമ്മൾ ആ ഫലം മാത്രം കണ്ടുകൊണ്ട് നമ്മളൊരു ചെടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാവും തൈ നട്ട പോലെ തന്നെ അങ്ങനെ ഒന്ന് നട്ടാൽ നമ്മളത് കറക്റ്റായിട്ടല്ല പാലിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഫലം നൽകുമോ? ഒരിക്കലുമില്ല. ദേവതമാരുടെ കാര്യത്തിൽ വേറൊരു വ്യത്യാസം കൂടിയുണ്ട്. ഇവിടെ മാവും തൈ മാത്രമേ നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പാലിച്ചില്ലെങ്കിൽ ആ മാവും തൈക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ദേവതമാരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദേവതയെ വിളിച്ചു വരുത്തി ആരാധിച്ച് ആ ക്രമങ്ങൾ തെറ്റിച്ചാൽ അതേ ഫലം നമ്മൾക്കും ഉണ്ടാവും. എങ്ങനെയാണോ ആ ദേവതയെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്, അതുപോലെ നമ്മളും നഷ്ടപ്പെടും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ആരെ വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ. ഇത് ഞാൻ പറയുന്നതേ അല്ല, ഞാൻ മഹാഗുരുക്കന്മാർ പറയുന്നതും അവരെഴുതി വെച്ചിരിക്കുന്നതും നിങ്ങളിലേക്ക് നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നതായിട്ട് കണക്കാക്കണ്ട. അത് നീ ഇത് പറയാൻ ആരാണെന്നൊന്നും ചിന്തിക്കണ്ട. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു ദേവതയെ എല്ലാവരും ആരാധിക്കുന്നു, അതിൻ്റെ ഫലം കണ്ടാണ് ആരാധിക്കുന്നത്. യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഫലം കണ്ട് നമ്മൾ ആരാധിക്കും. ഇന്ന ദേവതയെ ആരാധിക്കൂ. നമ്മൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെ കണ്ടാലും ഇന്ന ദേവതയെ ആരാധിക്കൂ, കോടീശ്വരരാകൂ എന്ന് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. അതിനിപ്പുറത്ത് ഈ ദേവതയെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ? നമ്മളുടെ മനസ്സിന് നമ്മൾക്ക് ആരാധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ആ നിഷ്ഠകൾ പാലിക്കാൻ സാധിക്കുമോ? അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ ഒരു ദേവതയിലേക്ക് ചാടി ഇറങ്ങി അതിൻ്റെ ആരാധനാക്രമങ്ങളിലേക്കൊക്കെ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ദേവതയ്ക്ക് ഒരു പ്രശ്നമില്ല. ഏത് ദേവതയെയും നമ്മൾക്ക് ആരാധിക്കാം. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ദേവതയെ ആരാധിക്കാൻ പറ്റിയ ആളാണോ ഞാനെന്നുള്ളൊരു ബോധമാണ്. ഏത് ദേവത, ഇപ്പോൾ വരാഹി ദേവിയെ പലരും പറയും ആരാധിക്കാൻ പറ്റില്ല. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ അത്രയും നിഷ്ഠ പാലിച്ചാണ് ആരാധിക്കുന്നത്. ഗുരുപദേശത്തോടു കൂടിയാണ് ആരാധിക്കുന്നത്. ഗുരുപദേശം വേണ്ട മന്ത്രങ്ങളുണ്ട്. വരാഹി ദേവിയുടെ നമ്മളൊരു ചെറിയ ബീജാക്ഷരം ഉപയോഗിച്ചാൽ പോലും അതിന് ഗുരുപദേശം വേണമെന്ന് പറയും. ബീജാക്ഷരമാണോ ഉപയോഗിക്കുന്നത്, തീർച്ചയായും ഗുരു ഉപദേശം വേണമെന്ന് പറയും. പക്ഷേ ഇവിടെ പല പ്രയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന വരാഹി മന്ത്രങ്ങൾ പോലും പലരും എടുത്ത് ഉപയോഗിച്ച് ഒരു ഗുരു ഉപദേശവും ഇല്ലാതെ മുന്നോട്ട് പോയി. എന്നിട്ട് പലർക്കും അതിൻ്റെ എന്ത് അനുഭവം വന്നു എന്നുള്ളത് അവർ തന്നെയാണ് പറയേണ്ടത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരുപാട് തിക്താനുഭവങ്ങൾ വന്നു. അത് ആ ദേവിയുടെ കുഴപ്പമാണോ? ഞാൻ പലപ്പോഴും വരാഹി ദേവിയുടെ ഉദാഹരണം പറയുന്നത് വരാഹി ദേവിയുടെ കുഴപ്പമല്ല. വരാഹി ദേവി ശക്തി തന്നെയാണ്, ദേവി തന്നെയാണ്. പക്ഷേ ആർക്കാണ് വ്യത്യാസം? ഇപ്പോൾ നമുക്ക് തിരുമന്ത്രത്തിൽ എടുത്തു നോക്കിയാലും എത്ര മനോഹരമായിട്ടാണ് വരാഹി ദേവിയെ പ്രകീർത്തിക്കുന്നത്. തിരുമന്ത്രത്തിൽ പരാശക്തിയായിട്ട് തന്നെ കരുതി. പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, വരാഹി ദേവിക്കാണോ പ്രശ്നം? ദണ്ഡനാഥയാണ്. അപ്പോൾ വരാഹി ദേവിയുടെ ഗുണം തന്നെ എന്താണ്? തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുക എന്നുള്ളതാണ്. ഒരു തെറ്റ് കണ്ടാൽ ദേവി അതിനുള്ള പരിഹാരം അപ്പോൾ തന്നെ നമുക്ക് നൽകിയിരിക്കും. ദേവിയുടെ ഗുണമാണത്, വരാഹി ദേവിയുടെ ഗുണമാണത്. അപ്പോൾ ആ ഗുണം മനസ്സിലാക്കാതെ നമ്മൾ സാധാരണ സരസ്വതി ദേവി ആരാധിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ലക്ഷ്മി ദേവി ആരാധിക്കുന്ന പോലെയാണ് എന്ന് വിചാരിച്ച് ആ വരാഹി ദേവിയുടെ അടുത്ത് എന്നാൽ കാര്യം നടക്കുമോ? എല്ലാം ദേവി തന്നെയാണ്, എല്ലാം ഏകമാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു പരമമായ ഭക്തനല്ല. ഭാമാക്കേപ ചെയ്ത പോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ശ്രീരാമകൃഷ്ണ പരമഹംസർ ചെയ്ത പോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം ആ നിലയിൽ എത്തിക്കഴിയുമ്പോൾ. ആ നിലയിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് ഒന്നും വേണ്ട, ദൈവം മതി, അല്ലെങ്കിൽ ആ ഭഗവാൻ മതി എന്നുള്ള അവസ്ഥയാവും. അതുവരെ നമ്മൾക്ക് ചില ചിട്ടാവട്ടങ്ങൾ പാലിച്ചു പോകണം. പ്രത്യേകിച്ച് ഒരു കാര്യസാധ്യത്തിനായിട്ട് ആരാധിക്കുകയാണെങ്കിൽ തീർച്ചയായും മനസ്സിൽ ഇത് എഴുതി വെച്ചുകൊള്ളൂ. ആ ദേവതയുടെ ഗുണം മനസ്സിലാക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ ആ ദേവത ഫേമസ് ആയി എന്നുള്ള ഒരു കാരണം കൊണ്ട് ആ ദേവതയെ പോയി ആരാധിക്കരുത്. അത് പിന്നീട് നമ്മൾക്ക് തന്നെ പ്രശ്നമാവും. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നിഷ്കാമമായ ഒരു ഭക്തിയിലേക്ക് വരുന്നത് അല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. ഇത് ഞാനിവിടെ പറയാൻ വേറൊരു കാര്യവുമില്ല, വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഒരേ ഒരു കാര്യം കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും, എനിക്ക് എല്ലാവരുടെ മനസ്സും അറിയാം, അതുകൊണ്ട് പറയുകയാണ്, നമ്മൾ പലപ്പോഴും, ഞാനാണെങ്കിലും ഈ കേൾക്കുന്ന ഓരോരുത്തരാണെങ്കിലും, നമ്മളെല്ലാം ഒരു പ്രശ്നപരിഹാരത്തിനായിട്ടാണ് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കുന്നത്. പക്ഷെ പിന്നീട് അതുതന്നെ ഒരു വലിയ പ്രശ്നമായി വന്നാലോ? അതുകൊണ്ടാണ് പറയുന്നത്, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ദേവത എന്ത് ഫലം നൽകുന്നല്ല, ആ ദേവതയുടെ നിഷ്ഠകൾ എന്താണ്, ആ ദേവതയുടെ തത്വം മനസ്സിലാക്കുക. അത് ഒരിക്കലും മറക്കരുത്. ആ ദേവതയെക്കുറിച്ച് കൂടുതൽ വായിക്കുക. ആ ദേവതയുടെ ഉൽപ്പത്തി എങ്ങനെ ഉണ്ടായി, ആ ദേവതയുടെ വെറുതെ ഒരു കഥ വായിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണം വരാഹി ദേവിയുടെ ആയതുകൊണ്ട് ഞാൻ പറയാണ്, വരാഹി ദേവിയുടെ കഥ മാത്രം കേട്ടിട്ട് കാര്യമില്ല. വരാഹി ദേവിയുടെ തത്വം മനസ്സിലാക്കണം. വരാഹി ദേവിയുടെ സ്വഭാവം മനസ്സിലാക്കണം. ഓരോ ദേവതമാർക്കും ഉണ്ട്. ഇപ്പോൾ ഗണപതിയുടെ സ്വഭാവം എങ്ങനെയാണ്? ഗണപതി പെട്ടെന്ന് നമ്മളെ അനുഗ്രഹിക്കും. അതുപോലെ തന്നെ തുണയില്ലാത്തവർക്ക് തുണയായിട്ടുള്ള ഭഗവാനാണ്. ഒരു തരത്തിലുള്ള ഡിമാൻഡും ഉള്ള ആളല്ല. നമ്മൾ മനസ്സ് നിറഞ്ഞ് എന്ത് കൊടുക്കുന്നു അതിൻ്റെ ഇരട്ടിയാക്കി തരിക എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഓരോ ദേവതമാർക്കും, ഇപ്പോൾ കൃഷ്ണ ഭഗവാൻ എന്താണ്? കൃഷ്ണ ഭഗവാൻ അത്യാവശ്യം പരീക്ഷണത്തിൻ്റെ ആളാണ്. അത്യാവശ്യമല്ല, നല്ല രീതിയിൽ മുരുക ഭഗവാൻ നല്ല പരീക്ഷണമാണ്. മുരുകൻ്റെ പരീക്ഷണവും കൃഷ്ണൻ്റെ പരീക്ഷണവും തമ്മിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. മുരുകൻ്റെ പരീക്ഷണം നേരിടേണ്ടത് ധീരമായിട്ടാണ്. ഒരു വീരനായി മാറണം.
മുരുകൻ്റെ പരീക്ഷണം നേരിട്ട് മുരുകനെ പോലൊരു വീരനായി നല്ല ധൈര്യമുള്ള ആളായി മാറിക്കഴിഞ്ഞാൽ ആ പരീക്ഷണം കഴിഞ്ഞാൽ ഭഗവാൻ എന്ത് വേണമെങ്കിലും നമുക്ക് തരും. പക്ഷേ കൃഷ്ണൻ്റെ പരീക്ഷണം എങ്ങനെയാണ്? കൃഷ്ണൻ നല്ല ഭക്തരെ സ്നേഹം കൊണ്ടാണ് പരീക്ഷിക്കുന്നത്. കൃഷ്ണന് നമ്മളോട് സ്നേഹം കാണും, നമുക്ക് കൃഷ്ണനോടും സ്നേഹം കാണും, പക്ഷേ ലോകം മുഴുവൻ നമ്മൾക്കെതിരായിരിക്കും. അത് നമ്മൾക്ക് കൃഷ്ണ ഭക്തരുടെ പല കഥ കേൾക്കുമ്പോഴും അറിയാം. മീരാഭായിയുടെ കഥ കേട്ടോളൂ, അല്ലെങ്കിൽ ഗോപികമാരുടെ പലരുടെയും കഥ കേട്ടാലൊക്കെ നമുക്ക് മനസ്സിലാവും സമൂഹം എതിരായിരിക്കും ആദ്യം. അപ്പോൾ കൃഷ്ണൻ നമ്മളെ സ്നേഹിക്കും, നമ്മൾ തിരിച്ചും കൃഷ്ണനെ സ്നേഹിക്കും. അഭേദ്യമായ സ്നേഹമായിരിക്കും കൃഷ്ണനോട്. എന്ത് കിട്ടിയില്ലെങ്കിലും കൃഷ്ണൻ മതി എന്നുള്ള ആനന്ദ നിലയിലായിരിക്കും. ലോകത്തൊന്നും നമ്മൾക്കില്ല, വേണ്ട, എനിക്ക് കൃഷ്ണൻ മതി എന്നുള്ളൊരു അവസ്ഥ. ഇത് തന്നെ മുരുക ഭക്തർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ കൃഷ്ണൻ്റെ കാര്യത്തിൽ എന്താണ്? കൂടുതലും ഭക്തിക്കും ഭാവത്തിനുമാണ്. ഏത് തരം ഭാവത്തിലാണ് നമ്മൾ കൃഷ്ണനെ ആരാധിക്കുന്നുള്ളത്? ചിലർ ചേട്ടനായിട്ട് കരുതാറുണ്ട്, സുഹൃത്തായിട്ട് കരുതാറുണ്ട്, അങ്ങനെ പല രീതിയിൽ, അല്ലെങ്കിൽ മകനായിട്ട് കരുതാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ആ വാത്സല്യം അനുഭവിക്കും കൃഷ്ണൻ. അതുപോലെ ആ സ്നേഹം തിരിച്ചു തരും. കുറച്ച് കാലം ഭഗവാൻ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയിട്ട് മാത്രമേ നമുക്ക് വേണ്ടതൊക്കെ തരുള്ളൂ. അത് കൃഷ്ണൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഓരോ ദേവന്മാർക്കും അങ്ങനെ സ്വഭാവമുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സൗമ്യമൂർത്തികളുടെ കാര്യമൊക്കെ എടുത്തു നോക്കിയാൽ പോലും ഗണപതി ഭഗവാന്റെയോ കൃഷ്ണൻ്റെയോ ഒക്കെ കാര്യത്തിൽ നമുക്ക് ആരാധന തുടങ്ങാം, അതിലൊരു പ്രശ്നവുമില്ല. ആ ആരാധനയിൽ പോകുമ്പോൾ ഉള്ള പരീക്ഷണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഉഗ്രമൂർത്തികളെ ആരാധിക്കുമ്പോഴെന്താണ് പ്രശ്നം? നിഷ്ഠ തെറ്റിച്ചാൽ ഒരു കാര്യമുണ്ട്, എപ്പോഴും മാതാവിനെ പോലെ പിതാവിനെ പോലെ അനുഗ്രഹിക്കുന്നവരാണ് ഉഗ്രമൂർത്തികൾ. ഉഗ്രമൂർത്തികൾ എപ്പോഴും നമ്മളെ ഒരു മകനെ പോലാണ് കരുതുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഉഗ്രമൂർത്തികളുടെ അടുത്ത് നിഷ്ഠ പാലിച്ചില്ലെങ്കിൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവരതിനുള്ള ശിക്ഷ തന്നിരിക്കും. അതറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത്. അല്ലാതെ പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ചിലരുടെ ന്യായമുണ്ട്. ഞാനും ഈ ന്യായമൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. ഭഗവാൻ ആരെയും ശിക്ഷിക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്, എല്ലാവരെയും രക്ഷിക്കാനാണ്. എന്ത് തെറ്റി ഏതായാലും ഭഗവാൻ ക്ഷമിക്കും, തീർച്ചയായും ക്ഷമിക്കും, തീർച്ചയായും ക്ഷമിക്കും. ആ നിലയിലുള്ള ഭക്തനാണോ എന്നുള്ളൂ. ആ നിലയിലുള്ള ഭഗവാൻ മാത്രം മതി എന്ന് പറയുന്ന അഭേദ്യമായിട്ടുള്ള സ്നേഹമുള്ള ഒരു ഭക്തനാണെങ്കിൽ എന്തും ക്ഷമിക്കും, എന്തും ക്ഷമിക്കും, അതിലൊരു സംശയമില്ല. പക്ഷേ നമ്മൾക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസരാകാൻ പറ്റുമോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കണം. അപ്പം നമ്മൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നമ്മൾക്ക് ജീവിതത്തിൽ പല കാര്യങ്ങൾ നടക്കണം. സ്വത്ത് വേണം, സമ്പാദ്യം വേണം. നമ്മൾക്ക് ആഗ്രഹം കൂടുതലും ലോകത്തോടാണ്, ദൈവത്തോടല്ല. അപ്പം ആ ഒരു നിലയിൽ നിൽക്കുന്ന നമ്മൾ ഏതെങ്കിലും തെറ്റ് ചെയ്താൽ ഭഗവാൻ ക്ഷമിക്കാൻ നിൽക്കുമോ? നമ്മൾക്ക് ആ തരം സ്നേഹമുണ്ടോ? അതുകൊണ്ട് ആ ഭഗവാന്റെ ഗുണം കാണിക്കും. ഗുണം പോലും മറന്ന് ആ ഗുണത്തേക്കാൾ വലിയ സ്നേഹമാകുമ്പോൾ ഒന്നുമല്ല, എനിക്ക് ആ ഭഗവാന്റെ സ്നേഹമാണെന്ന് പറയുമ്പോൾ ആ സ്വഭാവം പോലും ചിലപ്പോൾ ഭക്തന് വേണ്ടി ഭഗവാൻ മാറ്റിവെക്കും. അങ്ങനെ മാറ്റിവെച്ച ഒരുപാട് ഭക്തന്മാർക്ക് വേണ്ടി ഭഗവാൻ പല കാര്യങ്ങളും മാറ്റിവെച്ച് തൻ്റെ സ്വഭാവം തന്നെ മാറ്റി വന്ന പല ചരിത്രമുണ്ട്. നമുക്കറിയാം, വിഷ്ണു ഭഗവാനെ അത്രയും കാലം നമ്മൾ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്? വളരെ സൗമ്യമായ, വളരെ സുന്ദരമായ ഭാവത്തോടു കൂടി കണ്ടുകൊണ്ടിരുന്ന ഭഗവാൻ വിഷ്ണു ഭക്തന് വേണ്ടി രൗദ്രരൂപം വരെ സ്വീകരിച്ചില്ല. അതുപോലെ ഏത് ദേവനും ഭക്തന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. ഭക്തൻ ആ നിലയിൽ എത്തണമെന്നേ ഉള്ളൂ. നമ്മളുടെ കാര്യം മനസ്സിലാക്കണം. നമ്മൾക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യമുള്ളത് നല്ലതാണ്. ഇപ്പോൾ പലരും ചിന്തിക്കും ഞാൻ ആ നിലയിലുള്ള ഭക്തനാണെന്ന്. അങ്ങനെ ഒരിക്കലും നമ്മൾ പൂർണ്ണമായും എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? കാര്യം നമുക്കിപ്പോഴും പല ആഗ്രഹങ്ങളുമില്ലേ? ഞാനാണെങ്കിലും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും നമുക്ക് പല ആഗ്രഹങ്ങളുമില്ലേ? ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ കൂടുതലും ഈ ലോകത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർ ഒരു കാര്യം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കുള്ളത് ഒരു ബേസിക് ഭക്തിയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷ കിട്ടുമെന്നും മനസ്സിലാക്കുക. നമ്മൾ ആ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ശരി. അല്ലാതെ നമ്മൾ നിയമത്തിനനുസരിച്ചേ പോകാവുള്ളൂ. ഓരോ ഗുരുക്കന്മാരും ഓരോ പണ്ഡിതന്മാരും ഓരോ ഋഷിവര്യന്മാരും ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന എന്തിനാണ്? ഗുരു ഉപദേശം ഇല്ലാതെ ഒരിക്കലും ബീജാക്ഷരം ഉപയോഗിക്കരുതെന്ന് പറയുന്നത് എന്താണ്? ആ ബീജാക്ഷരം ഉപയോഗിച്ചാൽ ആ ബീജാക്ഷരത്തിൻ്റെ ഭഗവാൻ, അല്ലെങ്കിൽ ആ ബീജാക്ഷരത്തിൻ്റെ അടിസ്ഥാനമായ ആ ഭഗവാൻ നമ്മളെ ശിക്ഷിക്കുമെന്നുള്ളതല്ല പറയുന്നത്. നമ്മൾ ചില ബീജാക്ഷരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരീരത്തിൽ പല ആധാരങ്ങൾക്കും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കും. അവിടെ ഒരു ഗുരു ഇല്ലെങ്കിൽ, ഒരു ഗുരുവിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ, ആ ഗുരുപരമ്പരയുടെ ചൈതന്യമില്ലെങ്കിൽ, ഒരുപാട് ഗുരുക്കന്മാർ ആ മന്ത്രം ഉപാസിച്ച് ആ ദേവതയെ പ്രത്യക്ഷമാക്കിയവരാണ്. അപ്പോൾ നമ്മൾക്കൊരു മന്ത്രം കിട്ടുമ്പോൾ പ്രത്യക്ഷപ്പെടുത്താനുള്ള ശക്തിയോടുകൂടിയാണ് ഒരു മന്ത്രം നമ്മളിലേക്ക് കിട്ടുന്നത്. കാരണം ആ ഗുരുപരമ്പരയുടെ മുഴുവൻ ചൈതന്യം ആ ഒരു മന്ത്രത്തിലോ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ഏതൊരു ദീക്ഷയായി തരുന്ന എന്താണോ അതിലുണ്ട്. ആ ഗുരുപരമ്പരയുടെ മുഴുവൻ ശക്തിയുണ്ട്. ആ ഗുരുപരമ്പരയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അയാൾക്ക് എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷനും എല്ലാം കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഗുരുപരമ്പരയിൽ നിന്നൊക്കെ ഉഗ്രമൂർത്തികളുടെയൊക്കെ മന്ത്രങ്ങൾ ലഭിക്കേണ്ടത്. അപ്പോൾ ഇതിവിടെ പറയാൻ തന്നെ കാരണം, ഒരു ഗുരു ഉപദേശമില്ലാതെ ആ ഭഗവാന്റെ എടുത്ത് മനസ്സിലാക്കണം. ആ ഭഗവാന്റെ തത്വം അറിയാതെ ഒരു ദേവതയെ ആരാധിക്കരുത്. ഒരു സൗമ്യ ദേവതയെ ആരാധിച്ചാൽ പോലും, ഭക്തി ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കാര്യത്തിനായിട്ടാണെങ്കിൽ പോലും ആ ദേവതയുടെ സ്വഭാവം മനസ്സിലാക്കുക, ആ ദേവതയുടെ ഇഷ്ടാനുഷ്ടങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഒരിക്കലും ഇതിലേക്ക് കടക്കാതിരിക്കാം. അതുപോലെ ഇനി ഒരു ദേവതയോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ തന്നെ
സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ തന്നെ, തത്വമൊക്കെ മനസ്സിലാക്കിയാൽ, ഒരു ഉഗ്രമൂർത്തിയോടൊക്കെ നല്ല സ്നേഹം ഉണ്ടെങ്കിൽ, ഗുരുവിനെ കിട്ടുന്നില്ലെങ്കിൽ ഒരു കാര്യവും നോക്കണ്ട, ഒന്നും നോക്കണ്ട, ക്ഷേത്രത്തിൽ പോകുക, പ്രഹ്ലാദൻ ചെയ്ത പോലെ ചെയ്യുക. ആ പാദത്തിലേക്ക്, ഭഗവാന്റെ ആ തിരുപാദത്തിലേക്ക് മാത്രം നോക്കി നിൽക്കുക, അല്ലെങ്കിൽ അതിലേക്ക് ശരണാഗതി പ്രാപിക്കുക. അങ്ങനെയാണ് ഉഗ്രമൂർത്തികളെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ കാലാണ്, അല്ലെങ്കിൽ ആ പാദമാണ് ഏറ്റവും പ്രധാനം. അങ്ങോട്ട് ശരണാഗതി പ്രാപിക്കുന്നു, എൻ്റെ അച്ഛനായി അമ്മയായി കരുതി എന്നുള്ള ഭാവത്തോടു കൂടി ക്ഷേത്രത്തിൽ പോയാൽ പോലും ഒരു ഉഗ്രമൂർത്തിയുടെ എല്ലാ അനുഗ്രഹം കിട്ടും. അല്ലാതെ നമ്മൾ ആ ദേവതയെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാതെ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടരുത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദേവതനെ ആരാധിക്കണം, അത്രയ്ക്ക് സ്നേഹമുണ്ട്, കൃഷ്ണനോടും ഗണപതിയോടും ഒക്കെ നല്ല സ്നേഹം തോന്നി എങ്കിലൊന്നും ചെയ്യേണ്ട. ഗുരുപദേശം ഒന്നും ഇല്ലെങ്കിൽ പോലും, ബീജാക്ഷരം ഉപയോഗിക്കാൻ പറ്റില്ലെന്നുള്ളൂ, ഗുരു ഉപദേശം ഇല്ലെങ്കിൽ പോലും നമുക്ക് നാമവും സ്തോത്രവും ഉപയോഗിക്കാം. സ്തോത്രം എങ്ങനത്തെ ഉപയോഗിക്കാം? പുരാണത്തിൽ നിന്നുള്ള സ്തോത്രം ഉപയോഗിക്കാം. എടുത്തു മനസ്സിലാക്കുക, വേറെ ഗ്രന്ഥങ്ങളിലൊന്നും പോയി പരിശോധിക്കരുത്, പുരാണത്തിൽ നിന്നുള്ള സ്തോത്രങ്ങൾ ഉപയോഗിക്കാം. മന്ത്രങ്ങൾ പോലത്തെ സ്തോത്രങ്ങൾ പോലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുരാണത്തിൽ നിന്നുള്ള സ്തോത്രങ്ങൾ മനസ്സിലാക്കുക, പുരാണത്തിൽ നിന്നുള്ള സ്തോത്രങ്ങൾ ജപിക്കുക. അതിലൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് പ്രധാനമായും അവസാനമായി ഞാൻ പറയുന്നു, മനസ്സിലാക്കേണ്ട കാര്യം ദേവതയുടെ ഗുണമാണ്. സ്വഭാവം, ഗുണം, തത്വം. വെറുതെ കഥ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ചിലർ കഥ പോലും കേൾക്കില്ല. ചിലർ പറയുകയാണ് ഈ ദേവതയെ ആരാധിച്ചുള്ളൂ, ഉറപ്പായി അനുഗ്രഹം കിട്ടുമെന്ന് പറയുമ്പോൾ വേറെ ഒന്നും അവർ ചിന്തിക്കില്ല, കഥ കേൾക്കില്ല, തത്വം കേൾക്കില്ല. ഇനി കഥ കേട്ടാൽ കഥ മാത്രമേ കേൾക്കുകയുള്ളൂ. സ്വഭാവം എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാൻ മെനക്കെടില്ല, അല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാൻ മെനക്കെടില്ല. നേരെ ആരാധിക്കുക, ഒരു മന്ത്രം കണ്ടെത്തുക, എവിടെ നിന്നെങ്കിലും ബീജാക്ഷരം ഉള്ളതാണോ ഒന്നും ചിന്തിക്കില്ല, ആദ്യം ആരാധിക്കുക. ദേവതയെക്കുറിച്ച് മനസ്സിലാക്കി, ഫലം മനസ്സിലാക്കി ആരാധിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ദേവതയുടെ തത്വം മനസ്സിലാക്കുക, സ്വഭാവം മനസ്സിലാക്കുക. തീർച്ചയായും ഇതൊരു വലിയ കാര്യമാണ്. ഇതെല്ലാ ഗുരുക്കന്മാരും പറയുന്ന കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യമാക്കണ്ട. ഏതൊരു ഗുരുവിനെ എടുത്തു നോക്കിയുള്ളൂ അവരിത് പറഞ്ഞിട്ടുണ്ട്. ഒരു ദേവതയെ മനസ്സിലാക്കാതെ ആരാധിക്കരുത്, ഒരിക്കലും ആരാധിക്കരുത്. പലപ്പോഴും ആ ദേവതമാർ നമ്മൾക്ക് പറ്റിയത് പോലും ആയിരിക്കില്ല നമ്മുടെ സ്വഭാവമായിട്ട്. ഇപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടി എങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദേവത നമ്മളുമായിട്ട് ഐക്യമുള്ളതല്ലെങ്കിൽ നമ്മളുടെ ശരീരം തന്നെ, നമ്മളുടെ മനസ്സ് തന്നെ അതിന് സാക്ഷിയായി കാണിച്ചു തരും. ഇത് നമുക്ക് പറ്റിയതല്ലെന്ന് നമുക്ക് അപ്പോൾ തന്നെ തോന്നും. ഇത് നമ്മൾക്ക് പറ്റിയതല്ല ഈ ആരാധന എന്ന് അപ്പോൾ തന്നെ തോന്നും. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം, ഇന്ന് ഇൻ്റർനെറ്റിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് അറിവുണ്ട്. ഒരു ദേവതയുടെ തത്വം പൂർണ്ണമായും മനസ്സിലാക്കാൻ എല്ലാ തരത്തിലും പല പല അറിവുള്ള മനുഷ്യരും പല വീഡിയോ ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ വ്ളോഗൊക്കെ ആയിട്ടിട്ടുണ്ട്. നമ്മളൊന്ന് വായിക്കുന്ന ഒരു എഫേർട്ട് മാത്രം ഇട്ടാൽ മതി. നമ്മളൊന്ന് വായിക്കാനൊന്ന് പ്രയത്നിച്ചാൽ മതി, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാനൊന്ന് പ്രയത്നിച്ചാൽ മതി. പുസ്തകം ഒന്നും വായിക്കണമെന്നൊന്നുമില്ല. ഒരു ആർട്ടിക്കിൾ വായിച്ചാൽ തന്നെ ഒരു ദേവതയുടെ ഗുണം മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ദേവതയെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷം കുറച്ച് ദിവസം എടുത്ത് തന്നെ മനസ്സിലാക്കുക. നമ്മൾ ഒരു കാര്യം ഒന്ന് വാങ്ങാൻ പോവുകയാണെങ്കിൽ പോലും നമ്മൾ ഇത്രയും ശ്രദ്ധിക്കുമ്പോൾ ജീവിതം തന്നെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം തന്നെ ഓരോ രീതിയിലും ആത്മീയമായും ഭൗതികമായും മുന്നോട്ട് പോവുക, ആത്മീയമായി പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആത്മീയമായൊരു പാതയിലേക്ക് കടക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇതിനേക്കാൾ വലിയ പ്രധാനപ്പെട്ട കാര്യമില്ല. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ മാത്രം നമ്മൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? ഒരു ചെറിയ പെൻസിൽ മേടിക്കണമെങ്കിൽ തന്നെ റിസർച്ച് ചെയ്ത് ചെയ്യുന്ന നമ്മൾ ഈ ഒരു വലിയ കാര്യത്തിന്, ഇത്രയും വലിയ കാര്യത്തിനൊക്കെ എന്താണ് ഇത്ര നിസ്സാരമായി പോകുന്നത്? അതുകൊണ്ട് ദേവതമാരെക്കുറിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എനിക്ക് പറ്റിയതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ദേവതയുടെ ഗുരുപദേശം വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ സൗമ്യ ദേവതമാരാണ്, നമുക്കല്ലാതെ തന്നെ ആരാധിക്കാം. ഇപ്പോൾ ചില ഉഗ്രമൂർത്തികളെ നമുക്ക് അല്ലാതെ തന്നെ ആരാധിക്കാനൊക്കെ പറ്റും, നാമം ജപിച്ചൊക്കെ. അപ്പോൾ അങ്ങനെയാണോ സ്വഭാവം എന്ന് മനസ്സിലാക്കുക, ആരാധിച്ചു തുടങ്ങുക. അല്ലാതെ സ്വഭാവം മനസ്സിലാക്കാതെ, തത്വം മനസ്സിലാക്കാതെ ആരാധിക്കാതിരിക്കുക. അഹോബിലം.